ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് അപ്പത്തിനും ചോറിനും പുട്ടിനും ദോശയ്ക്കും എന്തിനും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് മസാലയാണ്. അപ്പം നമ്മൾ മിക്കപ്പോഴും വീട്ടിലുണ്ടാക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് മസാല. കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി ആയതുകൊണ്ട് തന്നെ നമ്മളുണ്ടാക്കും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തിട്ട് വരണം. മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അത് പുഴുങ്ങി എടുത്തിട്ട് ഇതാ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം തോല് കളഞ്ഞെടുത്തിരിക്കുന്നത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഒട്ടും കട്ടയും തരിയും ഒന്നുമില്ലാതെ വേണം ഉടച്ചെടുക്കാനായിട്ട്. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നല്ലപോലെ ഒന്ന് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പാൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പം കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം കടുകിട്ട് കൊടുക്കുക. 1 സ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 4 വലിയ ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തതാണ്. അത് സവാളയാണ്. അത് ചെറുതായി ചോപ്പ് ചെയ്ത് അതെടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 വലിയ ഉരുളക്കിഴങ്ങിന് ഞാൻ 4 വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഉള്ളി വഴന്ന് വരുമ്പം ഒന്ന് കുറയും, വാടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഉള്ളി കൂടുതലും ഉരുളക്കിഴങ്ങ് കുറവായിട്ടും എടുത്തേക്കുന്നത്. ഇനി 2 ചുവന്ന മുളക് പൊട്ടിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളവും ചേർക്കാതെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളക് നിങ്ങൾക്ക് എരിവിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പച്ചമുളക് മാത്രമേ ഇവിടെ ചേർക്കുന്നുള്ളൂ. മുളക് പൊടിയൊന്നും പ്രത്യേകം ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എരിവിനനുസരിച്ചിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മുളക് എടുക്കണം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് തന്നെയാണ് കുറച്ചെടുത്തത്. എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ആണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഉള്ളി നല്ലപോലെ വാടി കഴിഞ്ഞപ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കറിയിലേക്ക് മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. തണുത്ത വെള്ളമല്ല, തിളച്ച വെള്ളം ഒഴിക്കുമ്പം പെട്ടെന്ന് തന്നെ കറി ആയി കിട്ടും, നല്ലപോലെ തന്നെ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഉള്ളി എന്തായാലും വാടുമ്പോൾ തന്നെ ശരിക്കും വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഇത് വെന്തൊന്ന് യോജിപ്പാവാനായിട്ട് ഇത് നമ്മൾക്കൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ 2-3 മിനിറ്റ് മതിയാവും. ഇതാ നല്ലപോലെ തിളച്ച് വെള്ളം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സമയത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങിൽ എന്തെങ്കിലും കട്ടയോ തരിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നീക്കിയിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഫുൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങും ഉള്ളിയും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ എല്ലാം ചൂട് എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇപ്പോൾ അത് ശരിക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾക്ക് ബാക്കി നേരത്തെ ഞാൻ 1 കപ്പ് വെള്ളമാണ് തിളപ്പിച്ചിരുന്നത്. അതിൽ പകുതി നേരത്തെ ഉള്ളിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു. അപ്പോൾ ഇനി ബാക്കിയുള്ള തിളച്ച വെള്ളം കൂടെയും നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഈ ഉരുളക്കിഴങ്ങ് ഉള്ളി മിക്സിലേക്ക് ബാക്കിയുള്ള ചൂടുള്ള വെള്ളം കൂടെയും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മളിതുവരെ ചേർത്തിരുന്നില്ല. നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കറിയിലേക്കായിട്ടുള്ള ഉപ്പ് ഞാൻ ഉരുളക്കിഴങ്ങോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടാനായിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം കുറച്ച് സമയം. പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. എല്ലാം വെന്തിരിക്കുന്നതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. അപ്പോൾ ഇതൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കൂടി നല്ലപോലെ അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. ഗ്രേവി ഒന്നും പറയാനൊന്നുമില്ല, നല്ല തിക്കായിട്ടുള്ളൊരു തേങ്ങാപ്പാലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങാക്കൊത്തിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ച് എടുക്കണം.
ഇപ്പോൾ ഇതാ തേങ്ങാക്കൊത്തിൻ്റെ കഷ്ണങ്ങൾ മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കൊരു 1/4 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ച് കുറച്ച് ആറിയ വെള്ളമാണ്. അത് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടും. ഇപ്പോൾ ഇതാ ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ ആ മിക്സ് ചെയ്യുന്ന തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ അപ്പോൾ ഇത് തേങ്ങാപ്പാൽ മാത്രമായിട്ട് അതിലേക്ക് വീണ് കിട്ടും. നല്ല തിക്കായിട്ടുള്ള പാലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തിക്ക് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു ചിരകിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം ചിരകിയ തേങ്ങയുടെ അത്രയും അളവുണ്ടാവും. അപ്പോൾ 1/4 കപ്പ് ചിരകിയ തേങ്ങയുടെ അളവിലാണ് ഈ തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്. തേങ്ങാപ്പാൽ എല്ലാം ചേർക്കുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് തേങ്ങാപ്പാലൊന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് തേങ്ങാപ്പാൽ ചേർത്തേക്കുന്നത്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനായാലും ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും എന്തിൻ്റെ കൂടെയും ചപ്പാത്തിക്ക് എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള വേറെ റെസിപ്പി ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും താങ്ക്